യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് വരികയാണ്. CPM അംഗത്വത്തിൽ നിന്ന് ഒഴിവാകുന്നുവെന്ന ജി സുധാകരൻ ഒഴിവാകുന്നു എന്ന വാർത്ത ന്യൂസ് 18 വാർത്ത സ്ഥിരീകരിച്ചത് ജി സുധാകരൻ തന്നെ ഇപ്പോൾ ഫേസ്ബുക്കിൽ അത് വ്യക്തമാക്കുന്നു. താൻ മെമ്പർഷിപ്പ് സ്കൂട്ടണി അംഗത്വം പുതുക്കാൻ താൻ അപേക്ഷ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇത്തവണ താൻ ലെവിയും വരിസംഖ്യയും ഒന്നും അടച്ചിട്ടില്ല, താൻ അംഗത്വത്തിലേക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും രൂക്ഷമായ വിമർശനമുണ്ട്. 46 വർഷക്കാലത്തെ സംസ്ഥാന അംഗത്വത്തിന് ശേഷം ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് വന്നപ്പോൾ താൻ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കാൻ പോലും ജില്ലാ സെക്രട്ടറി തയ്യാറായില്ല. ഒപ്പം തന്നെ MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പരാമർശം, ഇത് രണ്ടുമാണ് അദ്ദേഹം പ്രകോപന കാരണമായി പറയുന്നത്. ഒപ്പം പാർട്ടി മീറ്റിംഗിൽ നടക്കുന്ന മറ്റു കാര്യങ്ങൾ, തനിക്ക് പാർട്ടിയിൽ പൂർണ്ണ അവഗണന, ഇതാണ് സുധാകരൻ വീണ്ടും ആവർത്തിക്കുന്നത്. പരസ്യ നീക്കമാണ് നടത്തുന്നത്. ശരണ്യ സ്നേഹജനുണ്ട്. ശരണ്യ, ഇത് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. സുധാകരൻ ഇത് തുറന്നു പറയുകയാണ്. തുറന്നു പറയുമ്പോൾ സുധാകരന്റെ ലക്ഷ്യം ഒരുപക്ഷെ പുതിയൊരു നീക്കം കൂടിയായി മാറിയേക്കാം. എന്താണ് സുധാകരന്റെ ഈ FB പോസ്റ്റിലെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ? അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് ജി സുധാകരൻ ജില്ലാ നേതൃത്വത്തിനെതിരെയും സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും ഈ FB പോസ്റ്റിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയുള്ളത്. സജിത്, നമ്മൾ രാവിലെ തന്നെ പറഞ്ഞിരുന്നു, പാർട്ടി അംഗത്വം ജി സുധാകരൻ ഇത്തവണ പുതുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ജി സുധാകരനെ പോലെ സംഘടനാ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരു സീനിയർ നേതാവ് അദ്ദേഹം പാർട്ടി അംഗത്വം പുതുക്കാൻ തയ്യാറാകാതിരിക്കുകയും ലെവി അടയ്ക്കാതിരിക്കുകയും ചെയ്യുന്നത് മറ്റൊരു സൂചനയാണ് നൽകുന്നത്. അതായത് ആ അംഗത്വത്തിൽ തുടരാനായി താല്പര്യം അദ്ദേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അത് തീർച്ചയായും മറ്റൊരു രാഷ്ട്രീയ നീക്കമാണ് എന്നുള്ളതായിരുന്നു ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തത്. അത്തരത്തിൽ ആ ഒരു അംഗത്വം പുതുക്കാനായി അദ്ദേഹം തയ്യാറാകാത്തതിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് കഴിഞ്ഞ കുറെ നാളുകളായി ആലപ്പുഴയിൽ നടന്നു വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് ആലപ്പുഴയിലെ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ തനിക്കെതിരെ പ്രവർത്തിക്കുന്നു. അതിനെതിരെ ജില്ലാ നേതൃത്വം ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള അതൃപ്തി ജി സുധാകരൻ പലതവണ അറിയിച്ചിരുന്നു. 2 ടേം വ്യവസ്ഥയിൽ മാറ്റി നിർത്തപ്പെട്ട ജി സുധാകരൻ അദ്ദേഹം ഇപ്പോഴും വളരെ സജീവമായി പാർട്ടി നേതൃത്വത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആലപ്പുഴയിൽ ജനകീയ പരിപാടികളിൽ നിരന്തരം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. രാഷ്ട്രീയ വനവാസത്തിലേക്ക് താൻ പോകേണ്ട സമയമായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് 72 കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു പ്രായപരിധി കഴിഞ്ഞാൽ അറവുമാടുകളെ പോലെ അറുക്കാനായി വിട്ടു നൽകേണ്ടവരല്ല തങ്ങൾ എന്ന പരസ്യ പ്രകടനം കഴിഞ്ഞ ദിവസം ജി സുധാകരന്റെ ഭാഗത്തുനിന്ന് പരസ്യമായ വാക്കുകൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ അദ്ദേഹം ഉള്ള ബ്രാഞ്ച്, അതായത് ജില്ലാ കമ്മിറ്റിക്ക് നേരിട്ട് നിയന്ത്രിക്കുന്ന അഭിഭാഷകരടങ്ങുന്ന 18 അംഗ ബ്രാഞ്ചിൽ നിന്നും ജി സുധാകരൻ ആ സ്കൂട്ടണി ഫോം പൂരിപ്പിച്ച് നൽകാൻ തയ്യാറാവാതിരിക്കുകയും ലെവി അടക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്തത്. അംഗത്വത്തിന് താൻ തൽക്കാലം അംഗത്വം പുതുക്കുന്നില്ല എന്നുള്ള മറുപടിയായിരുന്നു ബ്രാഞ്ച് സെക്രട്ടറിയോട് നൽകിയത്. ആ ഒരു വിഷയത്തെ അത്തരത്തിൽ ന്യൂസ് 18 വാർത്തയെ സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജി സുധാകരൻ്റെതായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന്റെ പേജിൽ വന്നിരിക്കുന്നത്. 2026 മെമ്പർഷിപ്പ് സ്കൂട്ടണി അംഗത്വം പുതുക്കാൻ താൻ അപേക്ഷ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഈ ഒരു മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല എന്ന് ജി സുധാകരൻ തന്നെ സ്ഥിരീകരിക്കുന്നു. മാത്രമല്ല 2022 സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവായി വന്ന ആളാണ് താൻ. ആലപ്പുഴ DCCയുടെ കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരികയാണ്. വീണ് പരിക്കേറ്റ ശേഷം ഒരു ബ്രാഞ്ചിനൊഴികെ മറ്റെല്ലാ കമ്മിറ്റിയിലും ബ്രാഞ്ച് കമ്മിറ്റിയിൽ താൻ കൃത്യമായി പങ്കെടുത്തു എന്നുള്ളതാണ് ജി സുധാകരൻ വ്യക്തമാക്കുന്നത്. 43 വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിന് ശേഷം ബ്രാഞ്ചിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒരു തവണ പോലും CPM ജില്ലാ സെക്രട്ടറി അന്വേഷിച്ചില്ല എന്ന് ജി സുധാകരൻ ശക്തമായി ആരോപിക്കുന്നു. മാത്രമല്ല 63 വർഷം അതിൽ തനിക്ക് പരാതിയില്ല, പക്ഷേ 63 വർഷക്കാലത്തെ പാർട്ടി അംഗത്വ ചരിത്രമുള്ള എനിക്ക് പൊതുപരിപാടികളൊന്നും ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ 5 വർഷക്കാലമായി നൽകിയിട്ടില്ല എന്ന് തുറന്നടിക്കുകയാണ് ജി സുധാകരൻ. എന്തിനേറെ പറയുന്നു, അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം തന്റെ വീടിനടുത്ത് വെച്ച് നടന്നപ്പോൾ EMS ഹാളിൽ വെച്ച്, അതായത് ജി സുധാകരന്റെ വീട്ടിൽ നിന്നും അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയാണ് അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം ആലപ്പുഴ ജില്ലയിൽ വെച്ച് ആഘോഷിച്ചത്. അതിൽ ജി സുധാകരന്റെ വീട്ടിൽ നിന്നും നടന്നു പോകാവുന്ന ദൂരം മാത്രമാണ് EMS കമ്മ്യൂണിറ്റി ഹാളിൽ ഉണ്ടായിരുന്നത്. ആ ഹാളിൽ നടന്ന പരിപാടിയിൽ അടിയന്തരാവസ്ഥയിൽ പങ്കെടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ജി സുധാകരനെ അന്ന് ക്ഷണിക്കുക പോലും, വീട്ടിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരമുള്ള ഇടത്ത് പോലും തന്നെ ക്ഷണിച്ചില്ല എന്ന് ജി സുധാകരൻ വ്യക്തമാക്കുകയാണ്. മാത്രമല്ല
അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ താൻ കഴിഞ്ഞ കാലയളവിൽ ഈ സംഘടനാ രംഗത്ത് നിന്ന കാലയളവിൽ അനുഭവിച്ച കാര്യങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ആദ്യകാലത്ത് തന്നെ നിരോധനം ലംഘിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് പ്രകടനം നടത്തി അറസ്റ്റും ജയിൽവാസവും ലോക്കപ്പ് വർധനവും BRA കേസ് ഉൾപ്പെടെ അനുഭവിച്ച ജയിലിൽ കിടന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ താനാണ്. എന്നിട്ട് പോലും തന്നെ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തിന് പാർട്ടി നടത്തിയ പരിപാടിയിൽ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി അത് സംഘാടകരായി നടത്തിയ പരിപാടിയിൽ തന്നെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് ജി സുധാകരൻ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്റെ അച്ഛനെ വരെ ആക്ഷേപിച്ച് ഒരു LC മെമ്പർ പോസ്റ്റ് ഇട്ടു, എന്നിട്ടും പരാതി നൽകിയിട്ടും തന്റെ അച്ഛനെ വരെ ആക്ഷേപിച്ച ഒരു LC മെമ്പർ പോസ്റ്റ് ഇട്ടു. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ഉറ്റ ശിഷ്യനാണ്. അപ്പോഴാണ് ഉറ്റ ശിഷ്യനാണ്. അപ്പോൾ താൻ അത് മാത്രമല്ല, ഇതെല്ലാം നേരിട്ട് കഴിഞ്ഞ 5 വർഷങ്ങളായി താൻ ഇവിടെ തന്നെ തുടരുകയാണ് എന്നാണ് ജി സുധാകരൻ വ്യക്തമാക്കുന്നത്. അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള LC മെമ്പറാണ് ജി സുധാകരനെ പരസ്യമായി നവമാധ്യമത്തിലൂടെ തന്റെ അച്ഛനെ വരെ ആക്ഷേപിച്ച് പോസ്റ്റ് ഇട്ടത്. എന്നിട്ടും നടപടി ഉണ്ടായില്ല എന്ന് ജി സുധാകരൻ വ്യക്തമാക്കുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഇതെല്ലാം നേരിട്ട കഴിഞ്ഞ 5 വർഷങ്ങളായി ഇവിടെ ഞാൻ പാർട്ടിയിൽ തുടരുകയാണ്, ഒരു പ്രലോഭനത്തിനും കീഴടങ്ങിയില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അപ്പോഴാണ് പാർട്ടി സെക്രട്ടറിയുടെ അടുത്ത് സംസാരിക്കാൻ ചെന്ന തോട്ടപ്പള്ളിക്കാരനായ ഒരു സഖാവിനോട് ശരിയല്ലാത്ത തരത്തിൽ ജില്ലാ നേതൃത്വത്തിൽപ്പെട്ടയാൾ സംസാരിച്ചതായി അറിയാൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി ഞാൻ ഒരു പരിഗണനയും അർഹിക്കുന്ന ആളല്ല എന്ന അർത്ഥം വരുന്ന ശരിയല്ലാത്ത പ്രയോഗം നടത്തി കളിയാക്കി ചിരിക്കുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നു. നമ്മൾ നേരത്തെ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജി സുധാകരനെ ഏറ്റവും അധികം പ്രകോപിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 സമയങ്ങളിലായി MV ഗോവിന്ദൻ നടത്തിയ പരാമർശങ്ങളാണ്. ജില്ലാ സെക്രട്ടേറിയറ്റിൽ ജി സുധാകരനെ മത്സരിപ്പിക്കണമെന്ന് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ജി സുധാകരൻ ക്ലോസ്ഡ് ചാപ്റ്റർ ആണ് എന്ന് പരസ്യമായി അന്ന് MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം മാധ്യമങ്ങളെ MV ഗോവിന്ദൻ കണ്ട ഘട്ടത്തിൽ അദ്ദേഹം ജി സുധാകരനെ പരിഗണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു പരിഗണനയുമില്ല എന്ന് ആക്ഷേപിക്കുന്ന രീതിയിൽ പരിഹാസ രൂപേണ മറുപടി പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ചോദ്യത്തിന് മറുപടിയായി ഞാൻ ഒരു പരിഗണനയും അർഹിക്കുന്ന ആളല്ല എന്ന അർത്ഥം വരുന്ന ശരിയല്ലാത്ത പ്രയോഗം MV ഗോവിന്ദൻ നടത്തുകയും കളിയാക്കി ചിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്റെ അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. അത് കേട്ട പത്രക്കാരെല്ലാം പൊട്ടിച്ചിരിക്കുന്നതും കണ്ടു. ഇതൊന്നും ചോദിക്കാനോ തിരുത്താനോ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നും ജി സുധാകരൻ പറയുന്നു. കൂടുതൽ സംഭവങ്ങൾ താൻ വിവരിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ തുടർന്ന് മേൽപ്പറഞ്ഞ നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിയിൽ തുടരാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് CPMന്റെ ഏറ്റവും സീനിയർ നേതാവായ സംസ്ഥാനത്തെ CPMന്റെ ഏറ്റവും സീനിയർ നേതാക്കളായ ജി സുധാകരൻ ഇത് തുറന്നു പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് താൻ പാർട്ടിയിൽ തുടർന്ന ഈ സാഹചര്യത്തിൽ ഈ സംഭവങ്ങൾ തനിക്കെതിരെ നിരവധി തവണ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടും